അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മൗലാനാ മുഹമ്മദിൻ ഖാതമിൽ അംബിയാഇ വമുഅല്ലിമിൽ ബശരിയ്യത്തി മിൻ ലദുൻ ഹകീം വഅലാ ആലിഹി ത്വയ്യിബീന താഹിരീൻ വഅസ്ഹാബിഹി അജ്മഈൻ. വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത ശ്രേഷ്ഠരെ, സാദാത്തുക്കളെ, മഹൽ വ്യക്തിത്വങ്ങളെ, സദസ്സിലെ സഹൃദയരായ സഹോദരന്മാർ, ഇവിടെ ഈ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെ സംബന്ധിച്ചുള്ള ചർച്ച ഖുലഫാഉർ റാഷിദുകൾ മുതൽക്ക് അൻസാറുകൾ, മുഹാജിറുകൾ, അതുപോലെ വല്ലദീന തബഉഹും മുതൽ ഈ എല്ലാ മേഖലയിലേക്കും എത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അല്പം അന്തപുരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, റസൂലുള്ളാഹിൻ്റെ അന്തപുരം. നമ്മളെല്ലാവരും അവരവരുടെ അന്തപുരത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കണ ഈ സമയത്ത് ഇനി മറ്റൊരു അന്തപുരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. അതുകൊണ്ട് സമയം വളരെ ദീർഘിച്ചിരിക്കുന്നു. വളരെ കുറച്ച് വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പത്നിമാർ, അവരെ സംബന്ധിച്ചാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപമൊക്കെ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് സൽമാൻ റുഷ്ദി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലടക്കം പറഞ്ഞത് അവരെ പറ്റിയാണ്, അവരെ ജീവിതത്തെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ അന്തപുരത്തിലേക്ക് അനുവാദമില്ലാതെ കടന്നു ചെല്ലുക ഓരോരുത്തർ. റസൂലുള്ളാഹിൻ്റെ പത്നിമാരുടെ അന്തപുരത്തിലേക്ക് അനുവാദമില്ലാതെ കടന്നു ചെന്നിട്ട് വെറുതെ ഇല്ലാത്തതൊക്കെ പറയാം. എന്നിട്ട് അതിൽ കോംപ്ലക്സ് തോന്നിയിട്ട് ചില ആൾക്കാരൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ തിരുത്തുന്നുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്ന സമയത്ത് 7 വയസ്സായിരുന്നു, വീട്ടിൽ കൂടുമ്പോൾ 9 വയസ്സായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ചരിത്രത്തിൽ ഇന്ന് വരെയും മനസ്സിലാക്കി പോന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെ തന്നെയുള്ളത്, ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ തന്നെ. പക്ഷെ ഇപ്പം നാൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ എഴുതിയിരുന്നു 17 വയസ്സായിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുക എന്ത് പരിപാടിയാണ്? കല്യാണ തീയതി തിരുത്തുക, ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുക. കാരണം കോംപ്ലക്സാണ്, പറയാൻ മാനക്കേട്. 17ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കെട്ടിയത് ശൈശവ വിവാഹം ഇങ്ങോട്ട് വ്യാഖ്യാനിക്കൂല നാട്ടുകാർ. എന്നാൽ ഇനി വേണ്ട, അത് വേണ്ട, ഇന്ന് കഴിച്ചിലാകാൻ വേണ്ടി 17 ആയിക്കോട്ടെ. 17 കഴിച്ചിലാവുമോ? 17കാരിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 50 വയസ്സൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ കെട്ടി പറഞ്ഞാൽ അപ്പോഴും പ്രശ്നം തന്നെയല്ലേ? 17 53 തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും? അപ്പോൾ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കല്യാണം കഴിച്ചത് 7ാമത്തെ വയസ്സിലായിരുന്നു എന്നതിൽ മാനക്കേട് തോന്നി. എന്നിട്ട് അതൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് തീർത്ത കുറേ ആൾക്കാർ. വേറെ ചില ആൾക്കാരെന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പത്നിമാരെ പറ്റിയൊന്നും മനസ്സിലാക്കാതെ, ചരിത്രം പഠിക്കാതെ, മനസ്സിലാക്കാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് ഇത് തന്നെ വിഷയം. റസൂലുള്ളാഹിൻ്റെ കുടുംബജീവിതം മര്യാദക്ക് കൊണ്ടുനടക്കാൻ പറ്റണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആരാന്ന് ആദ്യം മനസ്സിലാക്കണം. റസൂലുള്ളാഹിക്ക് 11 ഭാര്യമാരുണ്ടായി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം റസൂൽ ആരാന്ന് മനസ്സിലാക്കണം. റസൂൽ ആരാന്ന് മനസ്സിലാക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ 11 ഭാര്യമാരുണ്ടെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത്ഭുതപ്പെടും, എന്താ അപ്പോൾ ഇതിങ്ങനെയെന്നൊക്കെ തോന്നും. പക്ഷേ റസൂലിനെ മനസ്സിലാക്കിയാൽ മനസ്സിലാവും. എല്ലാറ്റിനും കൗങ്ങിനും തെങ്ങിനൊക്കെ ഒരേ തളപ്പാണ്. കൗങ്ങിൻ്റെ തളപ്പ്, തെങ്ങിൻ്റെ തളപ്പ്, വേറെ ചിലതിന് തളപ്പ് വേണ്ടി വരില്ല. അങ്ങനെയൊക്കെ തന്നെയല്ലേ? എല്ലാവരും ഒരേ മാതിരി കാണല. ഈ ഈക്വാലിറ്റിയാണ് വലിയ പ്രശ്നം. എല്ലാവരും ഒരേ മാതിരിയാണ് ആൾക്കാരെ വിചാരം. അങ്ങനെ പ്രചരിപ്പിക്കുക വലിയ നല്ലൊരു ആശയമായിട്ട് പറയാം. സമത്വം എന്നൊക്കെ പറഞ്ഞു, ഈക്വാലിറ്റി അത് വലിയ മഹത്തായ ഒരു ആശയമായിട്ട് ഇങ്ങനെ പറയാം. എന്നിട്ട് എല്ലാവർക്കും അങ്ങനെ ഇരിക്കണം എന്ന് പറയാം. മനുഷ്യന്മാരൊക്കെ വ്യത്യസ്തരല്ലേ? എല്ലാ മനുഷ്യന്മാരും വ്യത്യസ്തരായ. എവരി മാൻ ഈസ് യുണീക്ക്. ഓരോ മനുഷ്യനും അതുല്യനാണ്. നമ്മളെ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കുന്നിടത്ത് ഓൾ ദി മെൻ ആർ ബോൺ ഈക്വൽ എന്ന് പഠിപ്പിക്കും.
എല്ലാ മനുഷ്യന്മാരും തുല്യരായിട്ടാണ് ജനിക്കണത്. വെറുതെ പറയല്ലേത് തുല്യരായിട്ടാണ്. അപ്പോൾ എല്ലാവരും ജനിക്കണത് ഓരോരുത്തരും യുണീക്കായിട്ടാണ് ജനിക്കണത്, അതുല്യനായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ ആധാർ കാർഡൊക്കെ എടുക്കുന്ന സമയത്ത് കണ്ണിൻ്റെ ചിത്രം, കയ്യിൻ്റെ എല്ലിൻ്റെ ചിത്രമൊക്കെ എടുക്കുന്നത് എല്ലാവരും ഒരുമാതിരി മെച്ചപ്പെടുത്തിട്ട് കാര്യമുണ്ടോ? യുണീക്ക്, ഓരോ മനുഷ്യനും അതുല്യനാണ്. അപ്പോൾ മനുഷ്യൻ്റെ വ്യക്തിത്വം വ്യത്യസ്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ റസൂൽ ആരാന്ന് മനസ്സിലാക്കണ്ടേ, റസൂലിൻ്റെ ശക്തി മനസ്സിലാക്കണ്ടേ, റസൂലിൻ്റെ ധൈര്യം മനസ്സിലാക്കണ്ടേ, അപ്പോൾ റസൂലുള്ളാഹി എന്തിന് കല്യാണം കഴിച്ചു എന്ന് മനസ്സിലാക്കണ്ടേ. ഇത്തരം സംഗതിയൊന്നും മനസ്സിലാക്കാതെ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ധൈര്യം ഒറ്റ കാര്യം ആലോചിച്ച് നോക്കി. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് യുദ്ധത്തിലൊക്കെ ഇത് അഹ്മറുൽ ബഅ്സ്, യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത്, യുദ്ധം കൊടുമ്പിരി കൊണ്ടിട്ട് ശത്രുക്കളൊക്കെ പാടെ ഇരച്ചു വരികയാണെങ്കിൽ ഞങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്തേക്കാണ് നീങ്ങിക്കും. അങ്ങനെ നീങ്ങി നിൽക്കുമ്പോൾ കാന അഖ്റബന്നാസി മിനൽ അദുവി, ശത്രുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലേ കാരണം. അപ്പോൾ ബാക്കിയുള്ള എത്ര ശൂരന്മാരും ധീരന്മാരൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ഇടയിൽ നിന്നൊക്കെ ശത്രു പടക്കളത്തിൽ ഇറങ്ങുന്ന സമയത്ത് ശത്രുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അള്ളാഹിൻ്റെ റസൂലിക്കാരെന്ന്. അത്ര ധീരന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശക്തനാ. ബദർ യുദ്ധത്തിൽ ധൈര്യം വന്നില്ലേ, വളരെ കുറച്ച് ആൾക്കാർ 10-300 ചിലാനം ആൾക്കാരും അപ്പുറത്താണെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരുള്ളപ്പോൾ ഒരു പടത്തലവനാണെങ്കിൽ ഞാനിപ്പോൾ ഇത് യുദ്ധം ചെയ്താൽ ജയിക്കൂല, എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ പോവൂലേ. റസൂലുള്ളാഹിക്ക് ധൈര്യം വന്നില്ലേ. ഉഹദ് യുദ്ധത്തിൽ എല്ലാവരും സ്വന്തം അനുയായികളിൽപ്പെട്ടവർക്ക് തന്നെ ചിതറിപ്പോയി അല്ലേ, സാഹചര്യം കൊണ്ട് പെട്ടെന്ന് ചിതറിപ്പോയി. എല്ലാവരും ചിതറിപ്പോയപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ സലാം ഫൈസൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറച്ചു നിൽക്കുകയാണ് അവിടെ. ഹുനൈൻ യുദ്ധത്തിലാണെങ്കിൽ ഹുനൈൻ യുദ്ധത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് പിന്നെ ഇത് തഫിറൂന വലാ തുൽവൂന, നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ ഓടുക എന്നൊക്കെ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ ചരിത്രത്തിൽ. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്തിൽ മുമ്പിൽ 10,000 പട്ടാളക്കാർ കൺമുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറച്ചു നിന്നിട്ട് അന മുഹമ്മദുൻ നബിയുൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് റസൂലുള്ളാഹിയുടെ ധൈര്യം. അപ്പോൾ ഈ ധീരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ബാക്കിയുള്ളവരോട് കമ്പയർ ചെയ്ത് മനസ്സിലാക്കിയിട്ട് അവിടെ കുഴപ്പം. സാധാരണ മനുഷ്യന്മാരെ മതിരെ റസൂൽ പറഞ്ഞോണ്ട് റസൂലിനെ പറഞ്ഞ് ചെറുതാക്കിയ പിന്നെ 4 പെണ്ണുങ്ങളുണ്ടാകണോ അധികാരം, 11 ഉണ്ടാകണതൊക്കെ അധികം തന്നെ ഈ കാരം. റസൂലുള്ളാഹിനെ അസാധാരണ മനുഷ്യനായിട്ട് ആദ്യം മനസ്സിലാക്കണം. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് ആദ്യം വേണ്ടത്. ആദ്യം റസൂലിനെ അറിയണം, ഓർഡറിൽ മനസ്സിലാക്കണം കാര്യങ്ങൾ. ഓർഡറിൽ മനസ്സിലാക്കാത്തതാണ് കുഴപ്പം. ആദ്യം മനസ്സിലാക്കേണ്ടത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ ഓർക്കണം മുമ്പ് ഒരു പണ്ഡിതൻ്റെ അടുത്ത് ഒരാളിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചോദ്യം ചോദിച്ചപ്പോൾ പിന്നെ അദ്ദേഹം ചോദിച്ചത് എന്താ വെച്ചാൽ, എല്ലാവരും പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ ഇങ്ങനെ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, മനുഷ്യന്മാരെ അവനാനെ മാറ്റിയാലേ അള്ളാഹു തആല മാറ്റുള്ളൂ എന്നുണ്ടല്ലോ. പിന്നെ ഖൈറും ഷർറും ഒക്കെ അള്ളാഹിൻ്റെ അടുത്ത് തന്നെയെന്നുണ്ടല്ലോ. ഇത് രണ്ടും തമ്മിലൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ, ഇതൊന്ന് മനസ്സിലാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, അദ്ദേഹം ഉറുദുക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഏത്തോ ചട്ടാ സവാൽ ഹൈ, ഇത് 6ാമത്തെ ചോദ്യങ്ങൾ ചോദിച്ചത്. ये 6ठा सवाल है, उसके पहले 5 सवालात का जवाब मालूम होना चाहिए, तब तो 6ठा सवाल का जवाब बासान मालूम हो जाएगा. ഇതിൻ്റെ മുമ്പ് 5 ചോദ്യം ചോദിച്ച് ഉത്തരം പഠിക്കണം, എന്നാലേ 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലാവുള്ളൂ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം 6ാമത്തേതാണെന്ന് പറഞ്ഞു. 6ാമത്തെ ചോദ്യം 1ാമത് ചോദിച്ചാൽ എങ്ങനെ? അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പറ്റി പഠിക്കുന്ന സമയത്ത് റസൂൽ ആരാന്ന് പഠിക്കണം, റസൂലിൻ്റെ പല ഡൈമെൻഷൻസും പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കേവലം നമ്മളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു മുഹമ്മദ് മാത്രമല്ലല്ലോ അല്ലേ. മേറാജിന് പോയ സമയത്തൊക്കെ ഹിസ് ബോഡി വാസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ലൈറ്റ് എന്ന് അല്ലാമ യൂസുഫ് അലി എഴുതിയിരിക്കുന്നു. അവിടുത്തെ ശരീരം പ്രകാശമായിട്ട് രൂപാന്തരപ്പെട്ടു. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഡൈമെൻഷൻസ്, വ്യത്യസ്തമായ ഡൈമെൻഷൻ. അങ്ങനെ റസൂലുള്ളാഹിനെ മനസ്സിലാക്കപ്പോൾ ഇപ്പോൾ അറിയുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. എന്നിട്ട് റസൂലിന് 11 ഭാര്യമാരുണ്ടായെന്ന് പറഞ്ഞാൽ ശ്രീലമ്പടനാന്ന് റസൂലുള്ളാഹിനെ പറ്റി പറയാം. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ 25ാമത്തെ വയസ്സ് വരെ കല്യാണം കഴിച്ചില്ല. 25ാമത്തെ വയസ്സ് വരെ ഒരു കല്യാണവും കഴിക്കാതെ ഒരു തെറ്റും കുറ്റവും ചെയ്യാതെ വളരെ അന്തസ്സോടുകൂടി ജീവിച്ചു. എന്നിട്ട് പിന്നെ കല്യാണം കഴിക്കുന്നത് 50 വയസ്സായ ഒരു തള്ളനെ. എന്നിട്ട് പിന്നെ പിന്നെ കന്യകയായിട്ടുള്ളതാണെങ്കിലോ 6 വയസ്സായ ഒരു കുട്ടീനെ, സ്വന്തം പ്രായത്തിലുള്ള അല്ലേ. ഒരു എഴുത്തുകാരനെ എഴുതിയിട്ടുണ്ട്, മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലമയെ പറ്റി ഞാനിങ്ങനെ ആലോചിച്ചാണ്, വല്ലാത്തൊരു കഷ്ടം തന്നെ. പിന്നെ ഒരു കന്യക ഒരു പെണ്ണ്, അതാണെങ്കിൽ 6 വയസ്സുള്ളത്, അപ്പുറത്താണെങ്കിൽ മറ്റത് കുറേ പ്രായമുള്ള തള്ള. അവനാൻ്റെ പ്രായത്തിൽപ്പെട്ടൊരു പെണ്ണിനെ, സമപ്രായക്കാരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് ഈ മനുഷ്യന് സുഖമായിട്ടൊന്ന് ജീവിച്ചുകൂടുന്നില്ലേ എന്നാ ഞാൻ ആലോചിക്കണത്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വിവാഹത്തെ പറ്റി ഓരോന്നിൻ്റെയും പശ്ചാത്തലവും സാഹചര്യവും ഒന്നും മനസ്സിലാക്കാതെ അതിനെപ്പറ്റി കുറ്റം പറഞ്ഞങ്ങനെ പ്രസംഗിക്കും. മുമ്പ് യുക്തിവാദികളുടെ നേതാവ് MC ജോസഫ് എന്ന് പറഞ്ഞൊരു യുക്തിവാദിയുടെ പത്രാധിപരുണ്ടായിരുന്നു. അദ്ദേഹം ഈ വിഷയം ഇപ്പോൾ മാതൃഭൂമിയിലൊക്കെ വന്നില്ലേ, അതിനെ പറയുന്നത് യുക്തിവാദികളുടെ നേതാവ് ഇതിനെപ്പറ്റി ലേഖനം എഴുതിയിരുന്നു. മുഹമ്മദ് നബി ശ്രീരംഭടനാറിനാട് എഴുതിയിരുന്നു മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അന്നൊരാൾ അതിനൊരു മറുപടി എഴുതിയിരുന്നു. റസൂലുള്ളാഹിൻ്റെ വിവാഹത്തിൻ്റെ മുഴുവൻ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും എടുത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മറുപടി എഴുതി. അത് വായിച്ചതിന് ശേഷം അതേ യുക്തിവാദി പത്രത്തിൽ അതിൽ സങ്കടൻ്റെ അതിൽ പശ്ചാത്താപം രേഖപ്പെടുത്തിക്കൊണ്ട് ലേഖനം വന്നു. ഞാൻ ഇനിയത് ഉന്നയിക്കൂലായിരുന്നു. അവ യുക്തിവാദികളുടെ നേതാവായിട്ടുള്ള MC ജോസഫിന് കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായി പിന്നെ എന്നാൽ അദ്ദേഹത്തിൻ്റെയും പിൻഗാമികളായ ആൾക്കാരൊക്കെ പിന്നെ ഇതിങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ 11 ഭാര്യമാർ റസൂലുള്ളാഹിക്ക് ഉണ്ട് എന്നുള്ള സംഗതി തന്നെ മനസ്സിലാക്കാൻ പറ്റണമല്ലോ. ഓരോന്നിൻ്റെയും പശ്ചാത്തലവും സാഹചര്യവും. എന്താ റസൂലുള്ളാഹിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കല്യാണം കഴിച്ച പത്നിമാർ ഓരോരുത്തരുടെയും ചരിത്രം ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കാൻ സമയമില്ല. അപ്പോൾ പിന്നെ അബ്ദുറഹ്മാൻ ജാമി ഒരു കവി ഉണ്ട്, പേർഷ്യൻ കവി. അദ്ദേഹം ഒരിക്കൽ പിന്നെ റാബിയ റളിയല്ലാഹു അൻഹയെ പറ്റി പറഞ്ഞ ഒരു വാക്കാണ് ഓർമ്മ വരുന്നത്. ഇവിടെ സഹാബത്തിൻ്റെ ചരിത്രമൊക്കെ പുരുഷന്മാരുടെ എമ്പാടും ചരിത്രം ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. പുരുഷന്മാരുടെ എമ്പാടും ഖലീഫമാരുടെ ചരിത്രം, അതുപോലെ യോദ്ധാക്കളുടെ ചരിത്രം, പടയാളികളുടെ ചരിത്രം, ഇസ്ലാമിൻ്റെ ഈസാറിൻ്റെ ചരിത്രം, പരാർത്ഥതയുടെ ചരിത്രം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതൊക്കെ പറഞ്ഞ പശ്ചാത്തലത്തിൽ ഇനി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റി നമ്മൾ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും തുടങ്ങുകയാണെങ്കിൽ പറയാൻ തോന്നുന്ന ഒരു വരിയാണ് ഞാൻ പറഞ്ഞത്. വലൗകാന പിന്നെ എന്താ അബ്ദുറഹ്മാൻ ജാമി പറഞ്ഞിട്ടുള്ള കവിതയാണ്. വലൗകാനൻ നിസാഉ കമാ ദക്കർന തഫല്ലലത്തിൻ നിസാഉ അലർ റിജാലി ഫലത്തനീസു ലിസ്മി ശംസി ഐബുൻ വലത്തദ്കീറു ഫഖറുൻ ലിൽ ഹിലാലി എന്ന് പറഞ്ഞതാ ഞാൻ ഓർക്കണത്. എന്താ വലൗകാനൻ നിസാഉ കമാ ദക്കർന, ഈ പെണ്ണുങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെയാണെങ്കിൽ തഫല്ലലത്തിൻ നിസാഉ അലർ റിജാലി, ഈ പറയപ്പെട്ട പുരുഷന്മാരൊക്കെ മീതെ ഈ പെണ്ണുങ്ങൾ വരികയാണ്. എന്നിട്ട് പിന്നെ പറയാ അതുകൊണ്ട് തൈനീസ്, അതായത് സ്ത്രീലിംഗ, പിന്നെ സൂര്യനെ പറ്റി മുഅന്നസായിട്ടാണല്ലോ ഉപയോഗിക്കൽ അറബിയിൽ, സൂര്യൻ ഷംസ് എന്നുള്ള വാക്ക്. അപ്പോൾ മുഅന്നസായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ സൂര്യനെ സംബന്ധിച്ചിടത്തോളം മോശം വരുന്നില്ല. മുദക്കറായി ഉപയോഗിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഖമർ സൂര്യനേക്കാണ് മുന്തണമില്ല. അപ്പോൾ അതേപോലെ നമ്മൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയപ്പെട്ടിട്ടുള്ള എല്ലാ വാക്കുകളും അവരെ സംബന്ധിച്ചൊക്കെ മാതാക്കൾ എന്നീ പറയാനുള്ളത് അല്ലേ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാത്തുഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് സത്യവിശ്വാസികളും അവരും തമ്മിലുള്ള ബന്ധം എന്ന് മനസ്സിലാക്കാൻ പറയുന്ന ഇതിനപ്പുറം ഒരു വാക്കില്ലല്ലോ. ഇപ്പം നമുക്ക് നമ്മളെ ഉമ്മാരെ പറ്റിയാണ് പറയാൻ തുടങ്ങി നമ്മളാണ് വാചാരരാവും. ഉമ്മാനെ പറ്റി നമ്മുടെ സംസാരം എന്ന് പറഞ്ഞാൽ നമ്മളെ വിഷയം തന്നെ അതാണ്. നമുക്ക് എന്തോ ഒരു കൗതുകമുള്ള വിഷയമാണിത്. കാരണം ഉമ്മാരെ പറ്റി പറയലല്ലേ, നമ്മളെ ഉമ്മാരെ പറ്റി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവരെ പറ്റി പറയാം. ഏതായാലും വളരെ ദീർഘമായി സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇനി വളരെ കൂടുതൽ അതിക്രമിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കാണെങ്കിൽ പിന്നെ എൻ്റെ വീട്ടിലെത്താൻ കാരണം ഉമ്മ സുഖമില്ലാതെ കിടക്കാനോട് വല്ലാതെ വീട്ടിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തോടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ സ്നേഹിക്കുകയും സഹാബത്തിനെ സ്നേഹിക്കുകയും സഹാബികൾക്കിടയിൽ വ്യത്യാസം കൽപ്പിക്കാതെ എല്ലാവരെയും ഉള്ളറിഞ്ഞ് സ്നേഹിക്കുകയും അങ്ങനെ അവരെ സഹാബത്തിനെയും അവരെ പിൻപറ്റിയവരുടെയൊക്കെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിച്ച് തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.